ഈ തെരഞ്ഞെടുപ്പ് നഷ്ടപ്പെട്ട ജനാധിപത്യം തിരിച്ചുപിടിക്കാനുള്ള വലിയ അവസരമാണെന്ന് കൽപ്പറ്റ നാരായണൻ. കോഴിക്കോട് സാംസ്കാരിക പ്രതികരണ വേദി സംഘടിപ്പിച്ച സമൂഹത്തെ കാണുന്നവർ മനസ്സ് തുറക്കുമ്പോൾ എന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വജനപക്ഷപാതത്തിനെതിരെ പ്രതികരിക്കാനും കേരള ജനത ആഗ്രഹിക്കുന്ന പുരോഗമന ദർശനത്തിൽ നിന്നും മാറി കോർപ്പറേറ്റുകളുടെ വികസനത്തിനായി അവരിൽ നിന്നും കമ്മീഷൻ പറ്റി പൊതുഖജനാവിൽ നിന്നും ദൂർത്തടിക്കുന്നവർക്കെതിരെയുള്ള സമരമായാണ് വോട്ട് ചെയ്യാനുള്ള അവസരത്തെ കാണേണ്ടതെന്നും കൽപ്പറ്റ നാരായണൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കൂട്ടിച്ചേർത്തു. മറ്റുള്ളവരെ പുറത്തു നിർത്തുന്ന ഒരു സംഘടനാ രീതിക്കാണ് വാസ്തവത്തിൽ ഞങ്ങൾ എന്ന് പറയുക. അങ്ങനെ ഒരു ഞങ്ങൾ ഭരണമായിരുന്നു നടന്നു വന്നിരുന്നത്. അതുകൊണ്ട് മറ്റുള്ളവരെല്ലാം തന്നെ അപരർ ആയി തീർന്നു. അപരന്മാരെല്ലാം തുച്ഛമായി തീർന്ന ഒരു 10 വർഷമാണ്. ഇനിയും അത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ തെരഞ്ഞെടുക്കപ്പെട്ട ഞങ്ങൾ മാത്രമേ ഇവിടെ അതിജീവിക്കൂ. ജനാധിപത്യം പൂർണ്ണമായി ഇല്ലാതായി തീരും. ജനാധിപത്യത്തെ അങ്ങനെ ഇല്ലാതായി തീർക്കാൻ നമ്മൾ സമ്മതിക്കുകയില്ല. അതാണ് ഇത്തരം ചെറു പ്രക്ഷോഭങ്ങളുടെ അർത്ഥം. ഇതൊരു സ്വാതന്ത്ര്യ സമരമാണ്. ഇവിടെ അല്ലെങ്കിൽ കേരളത്തിൽ ഉടനീളം മനസ്സുകൊണ്ടെങ്കിലും ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്ന അനേകർ ഉണ്ട്. അവരിലാണ് നമ്മുടെ വിശ്വാസം. അവർ ഈ 9-ാം തീയതി പ്രവർത്തിക്കുമെന്നും അങ്ങനെ 10 വർഷമായി നീണ്ട ഈ രാജഭരണം അന്ന് അവസാനിക്കുമെന്നും നമ്മൾ കരുതുന്നു. സാധാരണക്കാരന്റെ നികുതി പണം കൊണ്ട് പാർട്ടി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്ന കടുത്ത അനീതി ഇനിയും അനുവദിക്കാനാകില്ലെന്ന് അധ്യക്ഷത വഹിച്ച UK കുമാരൻ പറഞ്ഞു. ഡോക്ടർ ആസാദ് മുഖ്യപ്രഭാഷണം നടത്തി. NV ബാലകൃഷ്ണൻ വിഷയാവതരണം നടത്തി. മോഹനൻ പുതിയോട്ടിൽ, വിജയരാഘവൻ ചേലിയ, ഡോക്ടർ പ്രദീപ് കറ്റോട്, തേജസ് പെരുമണ്ണ, PI അജയൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. We will treat you well. Astor Men's Hospital, Calicut.